ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല കുഞ്ഞുള്ളിയൊക്കെ വെച്ചിട്ടൊരു തീയൽ തയ്യാറാക്കാൻ പോവാണ്. നേരത്തെയൊക്കെ ഞാൻ തീയൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം എന്തോ ഒരു തകരാറാണ് കേട്ടോ എന്ന് വെച്ചാൽ. അതുകൊണ്ട് ഞാൻ അങ്ങ് വെക്കാറുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ ചിരകി അതിനകത്തിട്ട് കേട്ടോ. പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ മല്ലിപ്പൊടി ഒരുപാട് ഇടുമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് ചെറിയൊരു പാകപ്പടിയായിരുന്നു ഉള്ളിത്തീയിൽ വെക്കുമ്പോൾ. അപ്പം തേങ്ങ നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ആവണം കേട്ടോ. പിന്നെ ഓരോ കളറിനനുസരിച്ച് നമുക്ക് ഈ മല്ലിപ്പൊടിയുടെ ആയാലും മഞ്ഞൾപ്പൊടിയുടെ ആയാലും മുളക് പൊടിയുടെ ആയാലും ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അത് കുറച്ചും കൂടെ ഒന്ന് കളർ കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ശകലം ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിലെ പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നവരുണ്ട്, അരച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിവിടെ അരച്ച് ചേർക്കുകയാണ്. അതും കൂടെ ഒക്കെ ആക്കിയിട്ട് ഇത് ഫസ്റ്റ് ഞാൻ ജാറിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷമാണ് വെള്ളമൊക്കെ ചേർത്ത് ഇതേ രീതിക്കൊന്ന് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തത്. പിന്നെ നമ്മുടെ മൺചട്ടിക്കകത്ത് വെക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി കടുവൊക്കെ വറുത്ത കേട്ടോ. നന്നായിട്ട് കടുവൊക്കെ പൊട്ടി അതിനുശേഷം നമ്മുടെ കുഞ്ഞുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ കഷ്ണമൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഒരെണ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, തീരെ ചെറുതൊക്കെ. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നമ്മൾ പെട്ടെന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കുന്നത്. ഇനി ഈ കുഞ്ഞുള്ളിയുടെയൊക്കെ അളവ് കൂട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, എൻ്റെ ഈ അരപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അധികം ചുമന്ന കളറും ഇല്ല, ഒരു കറുത്ത കളറും ഇല്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു പച്ച അങ്ങനെ എന്തോ ഒരു നിറമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇത് ചെറു തീയിലിട്ടിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയൊക്കെ പോകുന്ന ശബ്ദങ്ങളാണ്. ഇത് നമ്മുടെ ചെറുതീയിലിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തീയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ പഴയ സ്വാദ് കിട്ടി. അപ്പം വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഷോർട്ട് വീഡിയോ മാത്രം ഇടയ്ക്ക് ഞാൻ തട്ടിക്കൂട്ടി ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.